Welcome to Garam Masala, the magic spices of cooking. എഗ് ചട്നി കബാബ്. ഇന്ന് നമുക്ക് എഗ് കബാബ് തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലൊരു സ്നാക്കാണ്. ആദ്യം നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 1.5 കപ്പ് തേങ്ങ, കുറച്ച് കറിവേപ്പില, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി പീസ്, 5 ചെറിയ വെളുത്തുള്ളി, 3 പച്ചമുളക്, 1/4 കപ്പ് മല്ലിയില, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഇവയാണ് എടുക്കേണ്ടത്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നിയാണിത്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് 7 മുട്ട എടുക്കണം. ഈ മുട്ടയെ നമുക്ക് ഉപ്പ് ചേർത്ത് ഹാർഡ് ബോയിൽ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഷെൽസ് എല്ലാം റിമൂവ് ചെയ്യണം. ഇനി നമുക്കിതിനെ 2 പീസാക്കി മുറിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മുട്ടയും ചട്നിയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കബാബ് സെറ്റ് ചെയ്തെടുക്കാം. 1 പീസ് മുട്ട എടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് ചട്നി വെച്ച് കൊടുക്കണം. ഈ മുട്ട നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഭാഗത്താണ് ചട്നി വെച്ച് കവർ ചെയ്തെടുക്കേണ്ടത്. ചട്നിയുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ കബാബിൻ്റെ ടേസ്റ്റ്. നമ്മുടെ ഒരു കബാബ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത കബാബ് കൂടെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഒരു മുട്ടയുടെ പീസ് എടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് ചട്നി ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കബാബ്സും തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്ക് ഒരു മുട്ട എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയൊന്ന് പതഞ്ഞ് വരണം. അടുത്തതായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട എണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കബാബിനെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് മാറ്റാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാ കബാബ്സും മുട്ടയിൽ മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കബാബ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചട്നിയുടെ ഭാഗം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കബാബ് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് എഗ് ചമ്മന്തി കബാബ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ ടാമറിൻഡ് ചട്നിയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.